യൂട്യൂബിലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നതാണ് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്ന സംഭവമല്ലേ. അങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താകുമോ എന്തോ, കാരണം മേക്കപ്പിൽ ഞാൻ വളരെ പുറകോട്ടാണ്. എനിക്ക് അത്യാവശ്യം എന്താ പറയുക, ചെറിയ രീതിയിലൊരു കൺസീലർ ഇട്ട് പൗഡർ ഇടാനാണ് അറിയുള്ളൂ. പക്ഷെ അത് തന്നെ നോർമലായിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കൊക്കെ എപ്പോഴും ഒരു പൗഡറും കണ്ണെഴുതി നമ്മുടെ ലിപ്സ്റ്റിക് ഒരു രസമുള്ള സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതല്ലാതെ ഈ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ എന്തോ നമ്മൾ തന്നെ അല്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്യും. അത് ശരിക്കും നല്ല മേക്കപ്പ് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണ്, അത് വേറെ കാര്യം. എന്നാലും ഇന്ന് നമ്മളൊരു ഇവൻറ്റിന് വേണ്ടി പോകുന്ന കാരണം ഇവിടെ ബോംബെയിൽ എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഹെവി ആവുമെന്ന് വിചാരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ വെറുതെ ഈ ലിപ്സ്റ്റിക് ഇട്ട് പേരിനൊരു ബ്ലഷ് ഇടുന്നതല്ല മേക്കപ്പ്. അവിടെ ഉള്ളവരൊക്കെ നല്ല ഹെവി ആയിട്ടാണ് ഇവൻറ്റ്സിനൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ പൊതുവേ എനിക്ക് മേക്കപ്പിനോട്, ബാക്കി ഡ്രസ്സും കാര്യങ്ങളും ആക്സസറീസിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം മേക്കപ്പിനോട് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർ ചെയ്യുന്നത് കാണാനേ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയത് സോച്ചിന്, അടിപൊളി പാഡഡ് ബ്രാ. ഇത് ഇട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാ ഒന്നും വേറെ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മേക്കപ്പ് എന്നതൊരു കലയാണ്. അത് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം, അത് ഇഷ്ടമല്ലാത്തവർക്ക് ഒരിക്കലും മറ്റുള്ളവർ അതിന് ഇൻഫ്ലുവൻസ് ആയിട്ട് അത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പോലും ഇപ്പോൾ ഹെവി മേക്കപ്പ് ആയിട്ട് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. പക്ഷെ നമ്മുടെ ഏരിയയിലുള്ള അമ്പലത്തിലോ നമ്മുടെ ഏരിയയിൽ ചുറ്റും പൂരത്തിന് എവിടെ പോകുമ്പോഴും അങ്ങനത്തെ ഒരു ആൾക്കാരെ പോലും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഇപ്പോഴും സാധാരണക്കാരെ പോലെ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് മാറ്റി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇപ്പോഴും സാധാരണ പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കേട്ടോ. പക്ഷെ നമുക്ക് ഇൻഫ്ലുവൻസ് എടുത്ത്, നമുക്ക് റെഫറൻസ് എടുക്കാം, നമുക്കത് ഇഷ്ടമാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് നമുക്ക് ഇവർ ആശ്രയിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണോ കാണാൻ ഇഷ്ടം, എങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കുക. ബാക്കിയുള്ളതും നമുക്ക് ഇഷ്ടമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയാണ്, അവരത് ചെയ്തോട്ടെ, നമുക്കതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിടുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അത്രയ്ക്കൊക്കെ ബുദ്ധി നമുക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് റെഡിയായി. ഇത് ഇഷ്ടമായോ എന്ന് പറയൂ കേട്ടോ.